ഇന്ന് നാദബ്രഹ്മം സംഘടിപ്പിക്കുന്ന മാതൃവന്ദനം എന്ന ഈ മനോഹര ചടങ്ങിൽ സംസാരിക്കാനുള്ള അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. മാതൃദിനത്തോടനുബന്ധിച്ച് അമ്മമാരെ ആദരിക്കുന്ന ഈ സംരംഭം ഒരു പരിപാടി മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. മാതൃദേവോ ഭവ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഒരു നാടാണ് നമ്മുടെ ഭാരതം. ഒരു കുഞ്ഞിൻ്റെ ആദ്യ ഗുരുവും ആദ്യ സംഗീതവും ആദ്യ പ്രാർത്ഥനയും അമ്മ തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നൊരു ശക്തിയാണ് അമ്മ. അമ്മയുടെ സ്നേഹം ഒരിക്കലും അളക്കാൻ കഴിയാത്തതാണ്. അവരുടെ ത്യാഗം അത് ഒരിക്കലും മറക്കാനും പാടില്ലാത്തതാണ്. ഒരു സംഗീത സംഘടനയായ നാദബ്രഹ്മം അമ്മമാരെ ആദരിക്കാൻ സംഗീതവും സ്നേഹവും കൂട്ടിച്ചേർത്ത് ഇത്തരമൊരു വേദി ഒരുക്കിയത് വളരെ പ്രസക്തമാണ്. കാരണം സംഗീതത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും ഒരേ ഒരു സ്വഭാവമേ ഉള്ളൂ. അത് രണ്ടും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ്. ഇന്നത്തെ ചടങ്ങിൽ ആദരിക്കപ്പെടുന്ന മഹത്തരായ വ്യക്തികളെ പ്രത്യേകം പരാമർശിക്കാതെ വയ്യ. പത്മശ്രീ ദേവകി അമ്മ ജീവിതം മുഴുവനും ഒരു കർമ്മപദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഈ നേട്ടം നേടിയതാണ്. ഇഷ്ടപ്പെട്ടത് ചെയ്ത്. അമ്മയുടെ തപോവനത്തിൽ ഞാൻ നേച്ചർ ക്ലബിൻ്റെ ഒരു ഭാഗമായിരുന്നു കൊല്ലങ്ങൾക്ക് മുമ്പ്, 35 കൊല്ലം മുമ്പേ കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പം ഞങ്ങളുടെ അലൂമിനി അസോസിയേഷൻ അവിടെ കഴിഞ്ഞ കൊല്ലം പോവാൻ പ്ലാൻ ഇട്ട് നടന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, ഇതൊരു വേദിയിൽ എനിക്ക് കാണാനും ഇരിക്കാനും സംസാരിക്കാനും കഴിഞ്ഞത് ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഈ ദിവസത്തിൽ ഞാൻ കണക്കാക്കുന്നു. ഇതെനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ തീർച്ചയായിട്ടും ഈ തപോവനത്തിൽ ഈ വർഷം തന്നെ എത്തിച്ചേരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അമ്മയുടെ അധ്വാനവും സമർപ്പണവും നമ്മുടെ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഇന്ന് റീൽസിൻ്റെ പുറകെയും ഒക്കെ നടക്കുന്ന ആൾക്കാർക്ക് അതിലും ഉപരി വേറെയും സന്തോഷങ്ങളുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് അമ്മയുടെ ഈ കർമ്മത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നത്. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയ ഒരു അതുല്യ പ്രതിഭയാണ്. കലാരംഗത്ത് അവരുടെ സംഭാവന പുതുതലമുറയ്ക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാണ്. ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യ അതിഥിയായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഈ വേദിയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. അവർ സ്ത്രീ ശാക്തീകരണം, സാമൂഹിക പ്രവർത്തനമെന്ന് മാത്രമല്ല, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ എത്രയോ പുതുജീവിതങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. എത്രയോ അമ്മമാർക്ക് ഒരു സാന്ത്വനമായി, ഒരു താങ്ങായി, കരുതലിൻ്റെ ഒരു സ്പർശനം കൊടുത്ത വ്യക്തിയാണ്. എന്തുകൊണ്ടും ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഈ പരിപാടിയുടെ ഒരു പ്രസക്തി ഒരു മാറ്റ് കൂട്ടുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ അമ്മമാരെ ആദരിക്കുന്നു, അല്ലെങ്കിൽ മാതൃദിനം ആചരിക്കുന്നത് ഇന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. ഇത് എല്ലാ ദിവസവും നമുക്ക് ചിന്തിക്കേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ട് ഒരു ദിവസം നമ്മൾ ആദരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിനെ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നന്ദി പറയാനുള്ളൊരു അവസരമാണ്. ഇന്നത്തെ യുവതലമുറയ്ക്കും എനിക്കൊരു സന്ദേശം കൈമാറാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മുടെ വിജയങ്ങളുടെ പിന്നിൽ ഒരു അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. ആ കാര്യം ആരും മറന്നു പോകരുത്. ഈ മനോഹരമായ പരിപാടി സംഘടിപ്പിച്ച നാദബ്രഹ്മം സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സംഗീതത്തിലൂടെ സമൂഹത്തിൽ സ്നേഹവും സംസ്കാരവും മാനവികതയും വളർത്തുന്ന പ്രവർത്തനങ്ങൾ തുടർന്നും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നാദബ്രഹ്മത്തിനെ ഞാൻ ആശംസിക്കുന്നു. എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ. ഈ വേദിയിലുള്ള എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെയും വിശ്രാം ബിൽഡേഴ്സിൻ്റെയും ആദരവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.